സാധാരണഗതിയിൽ പറയാറ് സത്യവിശ്വാസം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന അതിൻ്റെ ഒരു കർമ്മരീതി എന്ന് പറയുന്നത് ഷഹാദത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ സത്യവിശ്വാസിയായി എന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ ഇതേതെങ്കിലും നാക്കുകൊണ്ട് വെറുതെ ഉച്ചരിച്ചു കളയുന്ന ഏതാനും പദങ്ങൾ കൊണ്ട് ഒരാളിലേക്ക് വന്നു ചേരുന്ന ഒന്നല്ല അയാൾ സത്യവിശ്വാസിയാണോ അല്ലയോ എന്നുള്ള സവിശേഷത. യഥാർത്ഥത്തിൽ ഒരാൾ ഒരു ദിവസം പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ അയാൾ അറിയാതെ ചുരുങ്ങിയത് ഒരു 8-9 തവണയെങ്കിലും ഈ ഷഹാദത്ത് ചൊല്ലുന്നുണ്ട്. അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് അറിയുന്നില്ല. അതറിയാതെ അങ്ങനെ ഒരു കർമ്മമായിട്ടങ്ങ് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 9 തവണയൊക്കെ നിരന്തരം ആവർത്തിക്കുമ്പോൾ അപ്പോൾ പിന്നെ ആളുകളൊക്കെ സത്യവിശ്വാസിയായി തീർന്നു എന്ന് കരുതുകയല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. അതേസമയം അവർ മനസ്സുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ആവാതിരിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവർ വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ട്, അവരുടെ ഇഗ്നറൻസ് കൊണ്ട് അങ്ങനെയൊക്കെ ആയിത്തീരുന്നതായിരിക്കാം. അവരുടെ കാര്യം നമുക്ക് തൽക്കാലം വിട്ടുകളയാം. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയായിരിക്കും ചെയ്യുക. അതേസമയം ബോധമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, വിഷയത്തെക്കുറിച്ച് അതിൻ്റെ മർമ്മമറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള ആളുകൾ, അവർ അത് കേവലം ഒരു അധര വ്യായാമമാക്കി വെച്ചാൽ തീരുന്ന ഒന്നല്ല അത്. സത്യവിശ്വാസം, വേദാധ്യാപനം നിരവധി സന്ദർഭങ്ങളിൽ അത് അമലുസ്വാലിഹാത്ത് കർമ്മങ്ങളുമായി സൽക്കർമ്മങ്ങളുമായി ബന്ധിപ്പിച്ചതായിട്ട് കാണും. സൽക്കർമ്മങ്ങൾ എന്താണ്? സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് നിരവധിയായ തവണ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഈ അമലുസ്വാലിഹാത്ത് എന്ന് പറയുന്ന വിഷയം മാത്രം 3 മാസത്തോളം നമ്മൾ തുടർച്ചയായി പഠനവിധേയമായി ചർച്ച ചെയ്ത ഒന്നാണ്. അമലുസ്വാലിഹാത്തുകളെക്കുറിച്ചും സാധാരണഗതിയിൽ ആളുകൾ പറയാറ് അത് കേവലം ചില അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ട് എന്ന് കരുതുകയും അതങ്ങനെ തന്നെ പറയുകയും അതിനുശേഷം ആ വിശ്വാസവുമായി ബന്ധിതമായ ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ ഒരാൾ ഈ സ്വർഗാവകാശിയായി തീരുമോ? ഇവിടെ അത് കഴിഞ്ഞ് പറയുന്നത് അവരാണ് സ്വർഗാവകാശികളെന്നാണ്. അത് വളരെ പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ്. കേവലം ഒരു വിശ്വാസമോ കേവലം അനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണമോ ഒരാളെ സത്യവിശ്വാസിയോ അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്യുന്നവരോ ആക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾ മുഅ്മിനാകേണ്ടതുണ്ട്. ആ മുഅ്മിൻ പ്രവാചക സംഘത്തിൽ അണിനിരക്കുന്ന ആളുകളാണ്. നിർഭയത്വം അവരുടെ ഒരു പ്രധാന മുഖമുദ്രയായിരിക്കും. നിർഭയത്വത്തോടുകൂടി പ്രവാചക സംഘത്തിൽ അണിനിരന്ന് ലോകത്തെ ജനതയ്ക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ സത്യവിശ്വാസികൾ, മുഅ്മിൻ എന്ന് പറയുന്നത്. ആ നിർഭയത്വം ഉണ്ടാകുന്നതിന് വേണ്ടി എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് അമലുസ്വാലിഹാത്ത്. വിശദീകരിക്കാതെ തന്നെ കാര്യം വേഗം മനസ്സിലാകും. പട്ടിണിയുള്ളവൻ്റെ ഭയം വിശപ്പിനെക്കുറിച്ചാണ്. അവൻ്റെ വിശപ്പടക്കാനുള്ള മാർഗം വരുമ്പോൾ അവൻ്റെ ഭയം ഇല്ലാതെയാകും. ആക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നവന് സുരക്ഷിതത്വം നൽകുമ്പോൾ അവൻ്റെ ഭയം നഷ്ടപ്പെടും. അനീതി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് നീതി ലഭ്യമാകുമ്പോൾ അയാൾ സുരക്ഷിതനായി
ഭയമില്ലാത്തവനായി മാറും. അപ്പോൾ ഭയമില്ലാതാകുന്നതിന് വേണ്ടി പണിയെടുക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്? അതാണ് സൽക്കർമ്മങ്ങളും സൽക്കർമ്മത്തിൻ്റെ മാർഗവും.